APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 128 എഞ്ചിനീയറിംഗ് കോളേജുകൾ, കേരളത്തിലുള്ള 128 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ കോഴ്സുകളിലെ അവസാന വർഷ പരീക്ഷയുടെ ഫലം കഴിഞ്ഞ ദിവസം വന്നു. ആകെ 128 കോളേജുകളാണുള്ളത് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ. അതിൽ 27,000 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷയിൽ വിജയിച്ചത് 14,342 വിദ്യാർത്ഥികൾ മാത്രമാണ്. ഏതാണ്ട് 50% തൊട്ട് മുകളിൽ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൻ്റെ നിലവാരം വളരെ കുറവാണ് എന്നുള്ള വിമർശനം നേരത്തെ മുതലുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഈ പരീക്ഷാഫലം, അവസാന വർഷ പരീക്ഷാഫലം വരുമ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ വിജയശതമാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ പരീക്ഷാഫലം വിലയിരുത്തുമ്പോൾ ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാത്ത ഒരു കോളേജ് കേരളത്തിലുണ്ട്. KTUവിൻ്റെ കീഴിലുള്ള ഒരു കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും വിജയിച്ചിട്ടില്ല. 10% താഴെ വിജയശതമാനം 10% താഴെയായുള്ളത് 6 കോളേജുകളിലാണ്. 25% പരീക്ഷ എഴുതിയവരിൽ 25% താഴെ മാത്രം വിദ്യാർത്ഥികൾ വിജയിച്ചത് 26 കോളേജുകളിലാണ്. അതിൻ്റെ ഉയർന്ന വിജയശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 90%-ലധികം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 90%-ലധികം വിദ്യാർത്ഥികൾ വിജയിച്ച കോളേജുകളുടെ എണ്ണം 0ആണ്. അതായത് ഒരു കോളേജിൽ പോലും പരീക്ഷയ്ക്കിരുന്ന വിദ്യാർത്ഥികളിൽ 90%-ലധികം പേർ വിജയിച്ചിട്ടില്ല. 75% വിദ്യാർത്ഥികൾ വിജയിച്ച കോളേജുകളുടെ എണ്ണം 11 മാത്രമാണ്. എന്താണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ തുടർച്ചയായുള്ള വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ 50% അതിനടുത്തോ വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അപ്പലേറ്റ് കമ്മിറ്റി മുൻ അംഗം, അതുപോലെ എഞ്ചിനീയറിംഗ് അധ്യാപകനായിരുന്ന വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ KA നവാസാണ്. അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സ്വാഗതം സാർ. ഈ പരീക്ഷാഫലം നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ഫലം വരുമ്പോൾ ഏതാണ്ട് 50%-അടുത്ത വിജയശതമാനം, അല്ലെങ്കിൽ 50%-ന് തൊട്ട് മുകളിലുള്ളൊരു വിജയശതമാനം. നമ്മൾ ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു രീതി പരിശോധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും മെഡിസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രാമുഖ്യം നൽകുന്നൊരു മേഖല ഇപ്പോഴും എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ എന്നിട്ടും ഇത്രയും വലിയ തോൽവി ഉണ്ടാകുന്നു. ഇത് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിൻ്റെ കുഴപ്പമാണോ, അതോ നമ്മളുടെ കോഴ്സിൻ്റെ പ്രശ്നമാണോ? എന്താണ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് സാറിന് തോന്നുന്നത്? കേരളത്തിൽ ആദ്യമായി ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇപ്പോൾ വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പരീക്ഷയുടെ അല്ല, ഓവറോൾ പാസ് കോഴ്സിൻ്റെ എന്ന് വെച്ചാൽ 1ാം സെമിസ്റ്ററിൻ്റെ 8ാം സെമിസ്റ്റർ വരെ അവർ എഴുതുന്ന ഏതാണ്ട് 50 പരീക്ഷകളുടെ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന പരീക്ഷകൾ, അതിൻ്റെ സപ്ലിമെൻ്ററി ആവാം, എല്ലാം കഴിഞ്ഞ് മുഴുവൻ പാസ്സായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ 53% ഈ വാർത്ത. അതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്കറിയാം, ഗവൺമെൻറ് കോളേജുകൾ മിക്കവാറും എല്ലാം തന്നെ ആദ്യം വന്നിട്ടും ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഗവൺമെൻറ് 52 വിഷയമാണ്. അതായത് 52 ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ്. ഇനി തിരുവനന്തപുരത്ത് തന്നെയുള്ള 2 കോളേജുകളാണ്, ഒന്ന് ഏറ്റവും മുകളിലും ഏറ്റവും താഴെ തന്നെ. ഇതൊക്കെ മൊത്തത്തിൽ നമ്മളോട് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്നും എന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം അതിതീവ്രമായി കൂടി എന്നുള്ളതാണ്. കാരണം എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നപ്പോൾ തന്നെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി. അവിടെയാണ് ആദ്യത്തെ പെടുക. കാരണം എഞ്ചിനീയറിംഗ് കോളേജുകൾ എവിടെയെങ്കിലും തുടങ്ങണമെങ്കിൽ അതിന് സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ ആവശ്യതയുണ്ടോ എന്ന പഠനം കേരള അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ നടത്തുന്നത്. അതുകൊണ്ട് ഒരു ബിസിനസ് എന്ന നിലയിൽ, കാരണം എഞ്ചിനീയറിംഗിൽ വന്ന് ജോലി ചെയ്ത ഒരു ജോലി എന്തായാലും പുറത്തുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ന് കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് വരുന്നത് കൃത്യമായ ഒരു ആറ്റിറ്റ്യൂഡ് അഥവാ അവരുടെ അഭിരുചി അനുസരിച്ചല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പാഷനേറ്റായിട്ട് കുട്ടികൾ പഠിക്കാമെന്നും പാസ്സാവണമെന്നും, പാസ്സായി കഴിഞ്ഞാൽ ജോലി വേണമെന്നും അല്ലെങ്കിൽ ഭാവി വേണമെന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന വിദ്യാർത്ഥികൾ വളരെ മോട്ടിവേറ്റഡ് ആണ്. അതിനുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് 88% പാസ്സാവുകയും അത് ലിസ്റ്റിൽ ഒന്നാമതായി നിരീക്ഷിച്ചു. ഞാനിവിടെ എൻ്റെ അഭിപ്രായം പറയുന്നത്,
കേരളത്തിലുള്ള 4 വ്യത്യസ്ത തരം എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജുകൾ, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജ്, ഈ 4 തരത്തിലുള്ള കോളേജുകളേ ഉള്ളൂ. ഈ 4 കോളേജുകളിലും ഞാൻ അധ്യാപകനായിരുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് 9 വർഷക്കാലം. അവിടെയുള്ള പഠിപ്പിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ എത്രയോ ഇരട്ടി കഷ്ടപ്പെട്ടിട്ടാണ് മറ്റ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രത്യേകിച്ചും അധ്യാപകർ പരിശ്രമിക്കുന്നത്. അത് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കുന്നത് പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് പോയിരുന്നു എന്നല്ലാതെ പിന്നീട് അവൻ്റെ റിസൾട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ പാസ് പെർസെൻറ്റിനെ കുറിച്ചോ ഒന്നും അവർ അന്വേഷിക്കാറില്ല. കാരണം അവർ മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ 88% എന്നും നിലനിർത്തിക്കൊണ്ട്, അഥവാ ആ ലിസ്റ്റിൽ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കോളേജ് എഞ്ചിനീയർ ആണ് അങ്ങനെ നൽകുന്നത്. അവിടുത്തെ പഠിക്കുന്ന രീതി അതാണ്. എന്നാൽ മറ്റ് കോളേജുകളിലൊക്കെ ആ എതിരുകളിൽ നമുക്ക് നോക്കിയാൽ കാണാം, താഴോട്ട് ഓരോ കോളേജിൽ വരുന്നു. അവസാനം ഇടുക്കി, വയനാട് ഒക്കെ എത്തുമ്പോൾ കാണാം കുട്ടികളുടെ ക്വാളിറ്റി കുറയുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം മുൻ കാലങ്ങളിൽ 6-7 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ഇന്ന് 128 എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ കേട്ടിയെടുക്കുകയുള്ളൂ. അത് കൂടാതെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ 3-4 വേറെയുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ എണ്ണം 22 ഉണ്ട്. ഇങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ 10,000 എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് കുട്ടികളുടെ പരിഗണന പഠനം, ജോലി എന്നതല്ല. അവർ വരുന്നത് തുറന്നു പറഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റിയ അവസരമുണ്ടോ, എൻ്റെ കൂട്ടുകാരനൊപ്പം തന്നെ കോളേജിലേക്ക് വരാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് അവരുടെ അന്വേഷണം. ഇത് കുട്ടികളുമായി കൂടുതൽ അടുത്തിടപെടുക എന്ന് പറയില്ല മികച്ച മനസ്സിലാക്കാൻ. അപ്പോൾ പാഷനേറ്റ് ആയിട്ട് അഭിരുചിയോടുകൂടി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി മോട്ടിവേറ്റ് ആണ്. ആ മോട്ടിവേറ്റ് ആയ വിദ്യാർത്ഥികൾ പാസ്സാവുന്നു. എന്നാൽ പഠിപ്പിക്കുന്നതിൻ്റെ കുറവ്, സിലബസിൻ്റെ കാഠിന്യം, അല്ലെങ്കിൽ സബ്ജക്റ്റുകളുടെ കാഠിന്യം, അല്ലെങ്കിൽ അവൈലബിൾ റിസോഴ്സുകളുടെ പ്രശ്നം, അഥവാ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലുകൾ ഇല്ല, ഇതൊന്നുമല്ല പ്രശ്നം. കാരണം അധ്യാപകർ തീർച്ചയായും ഒരു കാര്യം നമുക്കറിയാം, PSC പരീക്ഷകളിലൂടെ ടെസ്റ്റുകളുടെ ഇതുമെല്ലാം കഴിഞ്ഞ് പ്രോഡക്ട്സായി PhD അതുപോലുള്ള കുട്ടിയായി നല്ല പരീക്ഷകൾ കടന്നു വരുന്ന ആളുകൾ ഗവൺമെൻറ് കോളേജിലുണ്ട്. എന്നാൽ അതേ ഗവൺമെൻറ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെ വയനാട് മെഡിക്കൽ പഠിപ്പിക്കുന്നു. ഞാൻ ഗവൺമെൻറ് കോളേജിൽ കാര്യമെന്ന് പറയുന്നു. അപ്പോൾ എല്ലായിടത്തും ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ. ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണൂർ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ പാലക്കാട്ടേക്കോ അല്ലെങ്കിൽ വയനാട് ട്രാൻസ്ഫർ അവിടെയും പോകും. അവിടെയും ഈ അധ്യാപകർ തന്നെ പഠിപ്പിക്കും. അപ്പോൾ അധ്യാപകരുടെ ക്വാളിറ്റി മാത്രമല്ല, അധ്യാപകരാണ് ഏതൊരു സ്ഥാപനം, സ്കൂളാണെങ്കിൽ പോലും അധ്യാപകരാണ് ഒരു സ്ഥാപനത്തിൻ്റെ നെടുന്തൂൺ പറയാം. എന്നാൽ പോലും അവരുണ്ടായിട്ടും ഈ വിദ്യാർത്ഥികൾ വയനാട് മെഡിക്കലെത്തിയപ്പോൾ വളരെ താഴ്മയിലുള്ള കാരണം വരുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമത് വരുന്ന വിദ്യാർത്ഥികൾ ആദ്യം പാസ്സാവുന്നുണ്ട്, ഏറ്റവും നല്ല റാങ്ക് വാങ്ങുന്നുണ്ട്, 88% നിലനിർത്തുന്നുണ്ട്. ഇതുവരെ അവർ തോൽപ്പിക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആൾക്കാരില്ല. അവിടെ പ്രത്യേകമായ കോച്ചിങ് ഇല്ല. ഇനി സാധാരണ ഓരോ ബ്രാഞ്ച്, ഓരോ കോഴ്സ് എന്ന് പറയാം, ഓരോ സബ്ജക്റ്റ് എന്ന് പറയുന്ന കോഴ്സൊന്നും ആ BTech പ്രോഗ്രാമുമാണ് ഒരു സ്റ്റഡ്നിയായി കഴിയും. അപ്പോൾ കോഴ്സുകൾ അഥവാ ഈ ഓരോ സബ്ജക്റ്റുകളിലും 4 അല്ലെങ്കിൽ 5 മൊഡ്യൂളുകളായി തിരിച്ചിരിക്കും. ഇതൊക്കെ ഞങ്ങളെ ഒരു വർഷം 3-4 കുട്ടികൾ പഠിപ്പിച്ചാലും ബാക്കി കുട്ടികൾ സ്വയം പഠിച്ചെടുക്കാനാണ് കപ്പാസിറ്റികൾ. ആ ഇല്ലായ്മ കൊണ്ടാണ് ഈ 1ാമത്തെ പ്രശ്നം. അഥവാ 1000 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ പോപ്പുലേഷൻ പ്രൊപ്പോർഷനായിട്ട് 1000 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് 52,000 എഞ്ചിനീയറിംഗ് സീറ്റുകൾ എത്തുകയും ഇന്ന് താഴോട്ട് ചുരുക്കി അത് 30 താഴെ ആവുകയും ചെയ്ത അവസ്ഥ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെ ഒന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, അനവധി എഞ്ചിനീയറുകളെ കൂട്ടിക്കഴിഞ്ഞു, പല എഞ്ചിനീയറും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. സീറ്റുകൾ പോലും 10% താഴെ സീറ്റുകളൊക്കെ വരും. പിന്നെ ചില ഈ ഞാൻ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാൻ നമുക്ക് സാധിക്കും. കാരണം എന്തുകൊണ്ട് തിരുവനന്തപുരത്തിലുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ 0% 28 പേര് പരീക്ഷ എഴുതി ആരും പാസ്സായിട്ടില്ല. ആ കോളേജ് 600 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് സ്ഥാപനമാണ്. അപ്പോൾ അവിടെയും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം അതിലൊക്കെ കാര്യമായ പ്രശ്നങ്ങളും കുഴപ്പവും സമഗ്രമായ അന്വേഷിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ നമുക്ക് എത്രമാത്രം വിദ്യാർത്ഥികളെയാണ് എഞ്ചിനീയർമാരാക്കേണ്ടത്? ഇത് നമുക്കൊന്ന് നോക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗ്യവും ഏതെങ്കിലും ഗവൺമെൻറ് കോളേജ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരു കോളേജിൽ PG പിന്നെ അതിനുശേഷം BTech ഒന്ന് ആരംഭിച്ചു. അതുവരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നോ അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് എന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന ബ്രാഞ്ചല്ലാതെ ഇന്ന് 19 ബ്രാഞ്ചുകളാണ് ഇന്ന് പരീക്ഷ. ഈ ഒന്നും തന്നെ ഗവൺമെൻറ് കോളേജ് തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് മറ്റ് കോളേജുകൾ തുടങ്ങി? പ്രത്യേകിച്ചും പ്രൈവറ്റ് കോളേജിൽ തുടങ്ങി. എന്തുകൊണ്ടാണ്? ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ബിസിനസ് തന്നെയാണ്. അത് തുറന്ന് നമുക്ക് പ്രായിരിക്കാൻ പറ്റില്ല.
നമ്മളൊക്കെ ഓരോ സ്ഥാപനത്തിനും മേലധികമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്, ഇത് തുറന്നു പറയാതിരിക്കാൻ പറ്റും. നല്ലൊരു ശതമാനം വിദ്യാർത്ഥി വരുന്നുണ്ട് ഈ ബിസിനസ്. ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗിനേക്കാൾ കൂടുതൽ ലാഭകരം നഴ്സിംഗ് ആയതുകൊണ്ട് അതേക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൽ ഈ പൊളിറ്റിക്സും അതോടൊപ്പം ഈ ബിസിനസ്സും കടന്നു വന്നു അന്ന് ഇതിൻ്റെ അഭ്യാസം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 53% എന്ന് പറയുന്നതും അങ്ങനെ നോക്കുമ്പോൾ എന്നാലും കുറച്ചുകൂടി പ്രതീക്ഷാകുന്നു. കാരണം മുഴുവൻ വിദ്യാർത്ഥികൾ മുഴുവൻ അഡ്മിഷൻ എടുത്ത് ഈ 27,000 മുഴുവൻ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അവസാനത്തെ പരീക്ഷ വരെ എഴുതി ഇടക്കിടയ്ക്ക് ഒഴിഞ്ഞുപോയി എല്ലാം കഴിഞ്ഞ് മുഴുവൻ പരീക്ഷ എഴുതുകയും ചെയ്ത് 27,000 ഒന്നാണ് 14 വിദ്യാർത്ഥികൾ പാസ്സായി. അപ്പോൾ അഥവാ 51% എങ്കിലും പാസ്സായി എടുക്കുമെന്ന് പറയും കുറച്ചൊക്കെ പ്രതീക്ഷ നൽകുമ്പോൾ അതാണ് റൈറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും നിലനിർത്താൻ പാകത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ പരീക്ഷാ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുക, എല്ലാ സെമസ്റ്ററുകളും കഴിഞ്ഞ് അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷകളൊക്കെ എഴുതി അതിനുശേഷം അരിച്ച് എടുക്കുമ്പോൾ ഈ 53% വിജയിച്ചിട്ടുള്ളൂ എങ്കിൽ ഇപ്പോഴും കുറച്ചൊക്കെ ക്വാളിറ്റി ഉറപ്പാക്കാൻ നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും വളരെ ശരിയാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ അടുത്ത നമുക്ക് 10ാം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് അതിനെ തോന്നുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇവിടെ കുട്ടികൾ പാസ്സാവുന്നു അല്ലെങ്കിൽ മുഴുവൻ പേര് പാസ്സാവുന്നു എന്ന് പറയുന്നതല്ല, അതിൽ അത്രയും പേരെ പാസ്സാവുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ക്വാളിറ്റി നിലനിൽക്കുന്നത്. നമ്മൾ അതേസമയം നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ ഈ 27,000 പേര് പരീക്ഷ എഴുതിയാൽ ഒരു 26,000 പേര് പാസ്സായി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് ഏതായാലും ഗവൺമെൻറ് തന്നെ ക്രെഡിറ്റായി മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണം കുറയുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ക്വാളിറ്റി നിലനിൽക്കുന്നു തന്നെയാണ്, അതൊക്കെ സംശയമില്ലാതെ. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വലിയ തോതിൽ കൂടി. ഇപ്പോൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുവദിച്ചതിന് ശേഷം വലിയ തോതിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് തന്നെ ഒരു പരിധിവരെ ലാഭേച്ഛയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം, അതിൻ്റെ നിലവാരം ഉയർത്തണം, ഇതൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഈ റിസൾട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന 50, 53, 54 ഈ ശതമാനത്തിൽ എത്തി നിൽക്കുന്ന ഈ റിസൾട്ട് നമ്മളുടെ ഈ മേഖലയിൽ ഒരു പുനരാലോചന ആവശ്യമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നില്ല. കാരണം വെച്ചാൽ ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണം, അല്ലാത്ത സ്ഥാപനങ്ങൾ അവസാനിച്ച് പോകണം, അല്ലെങ്കിൽ അവർ മറ്റ് മേഖലകളിലേക്ക് തിരിയണം. അങ്ങനെ ഒരു ആലോചനയിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ അവസരമില്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളേജുകളൊക്കെ അനുവദിക്കാൻ പോകുന്നതെന്നാണ് അതിന് ന്യായം ഉണ്ടായിരുന്നത്. അതൊരു പരിധിവരെ ശരിയുമായിരുന്നു. ഇപ്പോൾ കാലം മാറിയ സാഹചര്യത്തിൽ പുതിയ ചിന്താഗതികൾക്ക്, അതായത് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകൾ ആവശ്യമുണ്ടോ, ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ള കോഴ്സുകളാണോ നടത്തേണ്ടത്, പുതിയ സാഹചര്യത്തിനനുസരിച്ച് ഈ കോഴ്സുകൾ ഇത്തരം ആലോചനകൾ തുടങ്ങാൻ ഈ റിസൾട്ട്, ഈ ഫലത്തിൻ്റെ ശതമാനം നമ്മളോട് ആവശ്യപ്പെടുന്നില്ലേ? തീർച്ചയായും. കാരണം ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ ചിന്ത കൃത്യമായ രീതിയിലും അതിൻ്റെ തിങ്ക് ടാനൊക്കെ നന്നായി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുറേയധികം തീരുമാനങ്ങളുമായിട്ട് കരുതുക. ഉദാഹരണത്തിന് 4 വർഷത്തെ ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് അത് 3 വർഷം കൊണ്ട് അവസാനിപ്പിച്ച് അഥവാ 4ാമത്തേലേക്ക് വരാത്ത അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് ഡിപ്ലോമയാക്കാം, അല്ലെങ്കിൽ ഇത്ര ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിന് താഴെയുള്ളത് ആ രീതിയിലാണ് കുട്ടികൾ പാസ്സാവുന്നെങ്കിൽ അല്ലെങ്കിൽ ലോ പാസ് ഗ്രേഡ് എന്ന രീതിയിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ചില സിസ്റ്റംസ് കൊണ്ടുവന്നത് തന്നെ ഈ ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. കാരണം പഠിക്കുകയും മിടുക്കരായി കൂടുതൽ നന്നായി പഠിക്കുകയും ചെയ്ത വിദ്യാർത്ഥി 4 വർഷത്തെ കോഴ്സ് നടത്തുന്നതാണ് ഓണേഴ്സ് ഡിഗ്രി എടുക്കാനുള്ള അവസരം കൊടുക്കും. ഓണേഴ്സ് ഡിഗ്രി എടുക്കാനുള്ള അഥവാ വീട്ടിൽ പണ്ടില്ലാത്ത പോലെ, എന്നാൽ കുറച്ചും കൂടി അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പഠിക്കാത്ത മൈനർ കോഴ്സ്, എന്നാൽ കൂടുതൽ നന്നായി പഠിക്കാൻ താല്പര്യമുള്ളവരും ഓണേഴ്സ് കോഴ്സും. ഇനി വേണമെങ്കിൽ PG എടുക്കാൻ ഒരു കോഴ്സ് മതി എന്ന രീതിയിലൊക്കെ സംവിധാനമാക്കി വരുന്നത് അത് നല്ല തീരുമാനങ്ങളാണ്. കാരണം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തു പോകുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ആ ഒരു കാലത്ത് അഥവാ കൊട്ടക്കണക്കിന് എഞ്ചിനീയർമാർ വേണമെന്നും ലക്ഷക്കണക്കിന് സീറ്റ് വേണമെന്നും ഒക്കെ പറഞ്ഞത് കാലമുണ്ട്. അത് 96-97 സമയത്ത്. ആ സമയത്ത് തുളുതിര എവിടെയും കുറെ കോളേജുകൾ തുടങ്ങി. പക്ഷേ കൃത്യമായ ചിട്ടയോടുകൂടി, കൃത്യമായ വിഷനോടുകൂടി, നല്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, കോർഡിനേഷനോടുകൂടി തുടങ്ങിയ കോളേജുകൾ ഇന്നും ഭംഗിയായി പോകുന്നു.
എന്നാൽ പെട്ടെന്ന് കുറേ ലാഭം ഉണ്ടാക്കിക്കളയാൻ എന്നൊരു പ്ലാനിനോട് കൂടി വന്ന പല കോളേജുകളെ കൂട്ടി ഏതാണ്ട് ഒരു 10-15 കുട്ടികൾ ഇപ്പോഴുള്ള ചിലത് പോളിടെക്നിക്കായി കൺവേർട്ട് ചെയ്യുന്നു, ചിലത് വളരെ അപജയമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അടുത്ത ഏതാനും വർഷങ്ങളിൽ തന്നെ ഒരു 5-6 കോളേജിൽ ഇതിനെ പൂർത്തിയാക്കിയാണ് അവസാനിപ്പിക്കുന്നതാണ് അവസാനിപ്പിക്കുകയും മറ്റെന്തെങ്കിലുമായി കൺവേർട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. കാരണം ഇവിടെ അത് ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഗവൺമെന്റിനായിരുന്നു. പക്ഷേ AICTE എന്ന സംവിധാനം അവർ തിരുവനന്തപുരത്ത് ചെറിയ ഓഫീസിന്റെ ഏതാണ്ട് കുറച്ച് ആളുകൾ മാത്രമാണല്ലോ. അവരൊരിക്കലും ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് അവിടെ ചെന്നാൽ കൃത്യമായ ഒരു ഫ്രെയിംവർക്കിലുള്ള ഒരു സംവിധാനമാണെങ്കിൽ അവർ യെസ് ആണ്. അതിനപ്പുറം ആ കോളേജ് അവിടെ ആവശ്യമുണ്ടോ, ഒരു സോഷ്യോ എക്കണോമിക് സർവേ നടത്തിയിട്ടുണ്ടോ, അത് ആവശ്യമുണ്ടെന്നൊരു ചിന്തയില്ല. ആര് ചോദിച്ചാലും എഞ്ചിനീയറിംഗ് കൊടുക്കും എന്ന അവസ്ഥ വന്നപ്പോൾ പോയി. കാരണം അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രോജക്റ്റോ പ്ലാനോ ആക്കില്ല. എന്നാൽ തുടങ്ങിയ കോളേജുകളിൽ പലതും കൃത്യമായ നിഷ്ഠയോടുകൂടി, ശ്രദ്ധയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്നവരൊക്കെയോ അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, കൃത്യമായ പ്ലാനോട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു രീതി ഇപ്പോൾ നല്ല കോളേജ് എന്നല്ലെങ്കിലും അല്ലാതെ കൂട്ടുന്നുണ്ട്. ഇത് താനെ അവസാനിച്ചു പോവുകയും ചെയ്യും. കാരണം കോളേജുകളെ കുറിച്ച് ഒരുവിധം ധാരണയും അന്വേഷണമൊക്കെ വിദ്യാർത്ഥികൾ പാരൻസ് ചെയ്യുന്നുണ്ട്. അവർ മോദി നേർപ്പിച്ച കുറച്ച് കണക്കുകളോ, ഉദാഹരണം പ്ലേസ്മെന്റ് തന്നെ, ഇവിടെ 100% പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വിദ്യാർത്ഥികൾ, അധ്യാപകരും ആ പ്ലേസ്മെന്റ് ഏതുതരം സ്ഥാപനങ്ങളിലാണ് നടക്കുന്നത് വരെ അന്വേഷിക്കുന്നുണ്ടോ? പ്ലേസ്മെന്റ് അല്ല, ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെന്റ് വലിയ വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യാൻ വലിയ വിഷയമാണ്, ഞാനത് എനിക്ക് പോകുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടാണ് പലപ്പോഴും നല്ല സ്ഥാപനത്തിലേക്ക് അവർ എത്തിപ്പെടേണ്ടത്. കാരണം അവരെവിടേക്കാണോ ചെന്ന് ചേരേണ്ടത് ആ ഒരു സ്ഥാപനവും ക്യാമ്പസിൽ ഒരിടത്തും ഒരിക്കലും വരാതെ പ്ലേസ്മെന്റിന് വരുന്നത് ഏതാനും ചില സ്ഥാപനവുമാണ്. പല പാരൻസും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മിക്ക പാരൻസും ആദ്യമേ ചോദിക്കുന്നത് പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന്. പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രം വരാം ആ പ്ലേസ്മെന്റ് ഏത് കോളേജുകളുള്ള സ്ഥാപനങ്ങളിലാണ് അവർക്ക് ഉള്ളത്. പ്രത്യേകിച്ചും ഈ ഇപ്പോഴുള്ള പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് IT കമ്പനികളാണ്. എന്നാൽ പവർ സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ ഉള്ള നവരത്ന കമ്പനികളും അതുപോലുള്ള PSUകളിലും ഒക്കെ കുട്ടികൾക്ക് അവർ കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടിയാണ് അത്തരം സ്ഥാപനങ്ങളിൽ, കാരണം ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള നല്ല എഞ്ചിനീയർമാരെ വാർത്തെടുക്കേണ്ട സ്ഥാപനങ്ങളാണ് എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ കേവലം ഇന്ന് കിട്ടുന്ന പോലെ 10,000, 15,000, 1000 രൂപക്കുള്ള ചെറിയ ചെറിയ ജോലികളാക്കി കൊടുത്തുകൊണ്ട് പ്ലേസ്മെന്റിന്റെ ലിസ്റ്റ് വലുതാക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിപുലമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയുന്നത് ഒരുപാട് അവബോധമായി നടത്താനാണ്. ഇത്തരം അറിവില്ലായ്മ കൊണ്ട് തന്നെ തനിക്ക് പറ്റിയ ബ്രാഞ്ച് ഏതാണെന്ന് അന്വേഷിക്കാതെ തന്നെ ഏതെങ്കിലും ഒന്ന് വന്നു ചേരുക, തൻ്റെ സുഹൃത്ത് പോകുന്ന ബ്രാഞ്ച് ഏതാണ്, ഏത് കോളേജാണ്, അവിടെ ചെന്ന് പോവുക. ഏത് കോളേജാണ് കൂടുതൽ കലാപരിപാടികളും DGയും അതുപോലുള്ള സ്പോൺസേഡ് പ്രോഗ്രാം നടക്കുന്നത് അതന്വേഷിച്ച് പോവുക. ഇൻസ്റ്റാഗ്രാമിലൂടെ കോളേജിന്റെ ക്വാളിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. ഈ രീതിയിലൊക്കെ കുട്ടികളുടെ, പ്രത്യേകിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുന്ന നല്ല ദുഃഖന്മാരെ വിദ്യാർത്ഥി കാര്യമല്ല പറയുന്നത്, വിഷ്വൽ മാസ് അഥവാ ഈ 32,000 പേര് ഒരു 4,000-5,000 പേർക്ക് ശേഷം ബാക്കി വരുന്നതൊക്കെ താനെ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ബ്രാഞ്ചുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനും ഉത്സാഹത്തോടെ പഠിക്കാനും ഇന്ന് അനേകമായാലും മറ്റനേകം ബ്രാഞ്ചുകളുണ്ട്. ഇങ്ങനെ മാത്രമല്ല, അതൊക്കെ അന്വേഷിച്ച് പഠിക്കാനും ഒക്കെ സാധിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇന്നിപ്പോ ക്യാമ്പസുകളിൽ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കിൽ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും സ്കിൽ ഡെവലപ്മെന്റ് കൂടി വേണം എന്നുള്ളത് കൊണ്ട് ഇന്ന് എത്രയോ പ്രോഗ്രാമുകളും എത്രമാത്രം ഫണ്ടുമാണ് ഇത് കൊടുക്കുന്നത് അറിയാം. ക്യാമ്പസിനകത്തും അല്ലാതെയും ഒക്കെ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോടൊപ്പം തന്നെ സ്കിൽ കൂടി കൊടുത്തേ പറ്റും. അല്ലെങ്കിൽ അവർ എംപ്ലോയബിൾ അല്ല. ഈ പറഞ്ഞ 27,000 പേര് ഇപ്പോൾ 14,000 പേര് പാസ്സായി. ഈ 14,000 പേര് എത്ര പേര് എംപ്ലോയബിൾ ഉണ്ട്? 4 ലക്ഷം ഉണ്ട്. 14,000 പേരാണ് എല്ലാം പാസ്സായിട്ടിരിക്കുന്നത്. പക്ഷെ അവരിൽ എത്ര പേര് എംപ്ലോയബിൾ ആണ്? അതുപോലെ ഒരു കമ്പനിയിൽ ചെന്ന് ജോലി ചെയ്താൽ എടുക്കലായി തുടർന്ന് പോകും. പല ആളുകളും ഇടയ്ക്ക് നിർത്തി പോകും. കാരണം ഇവിടെ എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും കളിക്കാനും വരുന്ന വിദ്യാർത്ഥികൾ അവിടെ ചെന്നിപ്പോൾ ഈ സ്ഥാപനത്തിൽ ആ ടഫായിട്ടില്ല, പ്രയാസമുള്ള അന്തരീക്ഷം കടന്നു പോകാൻ അവർ ചെയ്യാറില്ല. ഇത് നിരന്തരമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എൻജോയ്മെന്റ്, ആഹ്ലാദം എന്ന രീതിയിൽ. അതായത് ഇവിടെ വന്ന് നമുക്കൊന്ന് രസിക്കാം, ഒന്ന് കളിക്കാം, അതിനുള്ള അവസരങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലും കോളേജുകൾ ക്യാമ്പ് ചെയ്യുന്ന അവസരം ആ അവസ്ഥയിലേക്ക് പോകുന്നിരിക്കുകയാണ്. ഇവിടെ ചോദിച്ച പോലെ
സർവേ ഓഫ് ഫിറ്റസ്റ്റ്, നല്ല സ്ഥാപനങ്ങൾ വേറിട്ട് നിൽക്കുകയും ചെയ്യും, അല്ലാത്ത താനെ കൊണ്ടിട്ട് പോയി ചെയ്യും. അതൊരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് അത് നിലവാരമുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിലനിർത്തുക എന്നുള്ളതൊരു വലിയ ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളുടെ ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ 128 കോളേജുകളുണ്ടാകുമ്പോൾ ഒരു കോളേജിൽ ഒരാളും വിജയിക്കുന്നില്ല. 10% താഴെ വിജയമുള്ളത് 6 കോളേജുകളാണ്. 90% മുകളിൽ വിജയമുള്ള ഒരൊറ്റ കോളേജ് പോലുമില്ല. ഇത് നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനൊരു ക്വാളിറ്റി ഉറപ്പാക്കുക എന്ന് പറയുന്ന, അതുപോലെ മിടുക്കരായ വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, കൂടുതൽ മിടുക്കരായ വിദ്യാർത്ഥികൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം ഭരണകൂടത്തിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മുടെ സമൂഹവും ഭരണകൂടവും ഒക്കെ ഈ കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ച് നോക്കിയാൽ? തീർച്ചയായും ആ ചോദ്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യുന്ന അനുഭവ സംവിധാനങ്ങളും NAAC, NAAC എന്നത്, NBA എന്നത്, അതുപോലെ NIRF എന്നത്, ഈ രീതിയിലൊക്കെ വ്യത്യസ്തങ്ങളെ ധാരാളം റാങ്കിങ് ഫ്രെയിംവർക്കുകളുണ്ട്. അതിന് ഒരു അസസ്മെന്റ് ഒരു ഏജൻസി വന്ന് നടത്തുകയും അതിനനുസരിച്ച് അതിന് റാങ്ക് ചെയ്യും. ഈ NAC എന്ന് പറയുന്നത് കോളേജിന്റെ മൊത്തത്തിലുള്ള എണ്ണം, NBA എന്ന് പറയുന്ന കോളേജിനകത്തുള്ള ഒരു ബ്രാഞ്ചുകൾ, അതും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കൊടുക്കുന്നത്. NIRF എന്ന് പറയുന്നത് മൊത്തം എല്ലാ കോളേജുകളും ഒരുമിച്ചെടുത്ത് അതിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്കിൽ കൊണ്ടുവരും. അത് 1ാമത്തെ റാങ്കായാലും 2ാമത്തെ റാങ്ക് എന്ന രീതിയിലുള്ള റാങ്കിങ്. ഈ റാങ്കിങ് എല്ലാം ഉണ്ട്. ഇത് കോളേജിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി തൻ്റെ കോളേജിൽ NAC അക്രഡിറ്റേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞത് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ? കാരണം കോളേജിന് മൊത്തമായി എല്ലാ ബ്രാഞ്ചുകളും ഉൾപ്പെടെയുള്ള കോളേജ് മൊത്തമായി NACും അതിനുള്ള ബ്രാഞ്ചുകൾക്കാണ് NBA എന്നുള്ളതും. പിന്നെ NIRF എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അഥവാ ദേശീയ അടിസ്ഥാനത്തിലുള്ള മുഴുവൻ കോളേജുകളെ റാങ്ക് ചെയ്തിരിക്കുകയാകുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാറ്റ് ക്വാളിറ്റി മനസ്സിലാവും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്ഥാപനമുണ്ട് ഇന്ത്യയിലുള്ള 40,000-ലേറെ കോളേജുകൾ, അതുകൂടാതെ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ, അവർ പോലും ലോകാടിസ്ഥാനത്തിൽ 200-നകത്ത് വന്നിട്ടില്ല. ഈ അടുത്ത കാലത്താണ് 200-ലും അല്ലെങ്കിൽ 202-ലും 205-ലും ഒക്കെ ഏതാണ് IIT-കളും IISc ബാങ്കുകളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അഥവാ നമുക്ക് മനസ്സിലാക്കണം, ലോകത്ത് ഇത്രമാത്രം പേര് ജനസംഖ്യയുള്ള അഥവാ 6 പേര്, ലോകത്തുള്ള 6 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനായിരിക്കും. അഥവാ ഇന്ത്യയിൽ നിന്ന് അനേകം ആളുകൾ പുറത്ത് പോയി തങ്ങളുടെ ടെക്നിക്കൽ കോൺസെൻട്രേഷനുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു ടെക്നിക്കൽ പേപ്പർ എടുത്ത് നോക്കിയാൽ പോലും അത് എപ്പോഴും ഇന്ത്യക്കാരനാണ്. കാരണം എന്നാൽ ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗോളാടിസ്ഥാനത്തിൽ ആദ്യത്തെ 200-ൽ പോലും വരുന്നില്ല എന്നുള്ള. പിന്നീട് ദേശീയ അടിസ്ഥാനം നടക്കുന്ന ഇതുപോലുള്ള ഒരു അസസ്മെന്റിൽ ഇവിടെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ വളരെ താഴെ എത്തുന്നില്ല. എന്നാൽ ഈ ആദ്യം വരുന്ന ഒരു 40-നകത്ത് നടക്കുന്ന അനേകം കോളേജുകൾ, NIRF തന്നെ ആദ്യത്തെ 40-നകത്ത് ധാരാളം കോളേജ് കേരളത്തിനകത്തുണ്ട്. അപ്പോൾ ക്വാളിറ്റി അസസ്മെന്റ് അഥവാ ഈ ഒരു ഇൻഡെക്സ് അനുസരിച്ച് വേണം കോളേജുകളെ വിലയിരുത്താൻ. അതിൽ നിന്ന് പാരൻസ് നോക്കുന്നുണ്ട്, അഡ്മിഷൻ എടുക്കാൻ വരുന്നവർ NAC ഉണ്ടോ, NBA ഉണ്ടോ, NIRF എവിടെയാണ് എന്ന് അന്വേഷിച്ചിട്ടൊക്കെ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോളേജ് നേരത്തെ പറഞ്ഞ പോലെ 10%, 0% എന്നൊക്കെ പറഞ്ഞു. അത് താനും കൂട്ടി. ഉദാഹരണത്തിന് ഈ ലിസ്റ്റ് കണ്ടാൽ അറിയാം, 28 പേരാണ് പരീക്ഷ എഴുതിയത്. 28 പേരാണ് കടന്നു വന്നത്. ആ 28 പേര് ആരും ജയിച്ചിട്ടില്ല എന്നാന്ന് പറയുന്നത്. 28 പേരുള്ള ഒരു കോളേജിന് എങ്ങനെയാണ് സർവ് ചെയ്യാൻ പറ്റുക? പൂർണ്ണമായും പ്രൈവറ്റ് കോളേജ്, ഗവൺമെന്റ് എയ്ഡോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ, എയ്ഡിങ് അല്ല, കോസ്റ്റ് ഷെയറിങ്ങും അല്ല, അതോ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് അല്ല, ഗവൺമെന്റ് എയ്ഡും അല്ലാത്ത സ്ഥാപനം, പൂർണ്ണമായി പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിൽ 28 പേരെ പഠിപ്പിച്ചെടുക്കാൻ 28 പേരായാലും 250 പേരായാലും കുറേയൊക്കെ കോമൺ ആയിട്ട് ഒരുപാട് ബ്രാഞ്ചുകളും ഡിപ്പാർട്ട്മെന്റുകളും അധ്യാപകർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നടക്കാതെ അത് ആരെയും കണ്ടടിയെന്ന് ഞാൻ നേരത്തെ പറയാൻ തരുന്നതാണ്. അത്തരം സ്ഥാപനങ്ങളൊക്കെ താൻ നിർത്തിപ്പോകെല്ലാം നിർത്തുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള കോളേജ്, ഇപ്പോൾ ഒന്നാമതിരിക്കുന്ന കോളേജ് നോക്കും, ആ കോളേജിന് എത്രയോ കാലമായി NBA ഉണ്ട്. ആ NBA തന്നെ അതിൽ തന്നെ വീണ്ടും ഗ്രേഡ് ഉണ്ട്. NBA for 3 years ഉണ്ട്, NBA for 6 years ഉണ്ട്. NBA for 6 years കിട്ടിയതാണ്. അതുമാത്രമല്ല ആദ്യത്തെ കോളേജുകളിലെ ഓട്ടോണമസ് കോളേജുകളാണ്. അതെല്ലാം തന്നെ ഈ ഓട്ടോണമസ് ചാനൽ കിട്ടുന്നത്, അതുപോലെ NBA 6 വർഷത്തിൽ കിട്ടുന്നതൊക്കെ തന്നെ കോളേജിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ക്വാളിറ്റി അനുസരിച്ച് ഉള്ള അസസ്മെന്റ് നടത്തി ആ ലിസ്റ്റിൽ വരുന്ന കോളേജുകൾ നിലനിൽക്കും.
കാരണം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് 1ാം സ്ഥാനം നിൽക്കുന്നത് പ്യുവർ ഗവൺമെന്റ് കോളേജാണ്, സർക്കാരിന്റെ കോളേജാണ്. എന്നും കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വരുന്ന ഒരു ക്യാമ്പസാണത്. അവിടെ തിരുവനന്തപുരം പ്രാഥമികം തുടങ്ങിയില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വരുന്നതിന് മുമ്പ്. കമ്പ്യൂട്ടർ സയൻസ് ആരംഭിച്ചത് 84 84 മുമ്പൊക്കെ ഇലക്ട്രോണിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. അന്ന് പോലും രണ്ടാമതൊരു അഡീഷണൽ ബാച്ച് തുടങ്ങിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് AICTE പറഞ്ഞിരിക്കുന്നു, ഏത് ബ്രാഞ്ചിലും എത്ര പേരെ വേണമെങ്കിലും കേട്ടാ. കഴിഞ്ഞ വർഷം 240 പേരായിരുന്നു അതിൻ്റെ ഒരു മാക്സിമം സീലിംഗ് വെച്ചിരുന്നു. 240 പേരെ കൊണ്ട് ഒരു ബ്രാഞ്ച് ആണ്ടെടുക്കരുത്. ഇത്തവണ അതും വിട്ടുകൊടുത്തിരിക്കുന്നു, എത്ര വേണമെങ്കിലും ആയിക്കോളും. ഇതൊക്കെ വലിയ ഒരു ഇംബാലൻസ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോളേജുകൾ താനെ പൂട്ടുകയും ചെയ്യും. അങ്ങനെ അവസാനം കുറേ കോളേജുകൾ താനെ ഓൾവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അവിടെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കുറേ കോളേജുകളുണ്ട്, അതിൽ നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്, അതിൽ കുട്ടികൾ കുറവുണ്ട്, അങ്ങനെ ചിലതൊക്കെ പൂട്ടിപ്പോകുന്നു. ഇങ്ങനെ കാലക്രമേണ കുറേ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിരിക്കാം, മികവുള്ളവ നിലനിർത്തേക്കാം. പക്ഷേ ഇതാണോ യഥാർത്ഥത്തിൽ വേണ്ട ഒരു പ്രോസസ്സ്? ഇപ്പോൾ എത്ര പേരെ വിദ്യാർത്ഥികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നൊരു സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ക്വാളിറ്റിയുള്ള എത്ര പേരെ കിട്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ നിലവാരം ഉണ്ടോ ഇല്ലയോ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടോ ഇല്ലയോ, ഇതൊന്നും നോക്കാതെ കുറേ കോളേജുകൾ പ്രവർത്തിക്കുന്നു. അവിടെയൊക്കെ കുറേ വിദ്യാർത്ഥികൾ പോയി ജോയിൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്താ പറയുക, എൻജിനീയറിംഗ് എന്നുള്ളത് ഒരു ആഗ്രഹം പോലും അല്ലാത്ത വിദ്യാർത്ഥികൾ പോലും അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഒരു അവസരമുണ്ട്, പോയി ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ ഒരു തുടർച്ചയുടെ ബാക്കി കൂടിയാണല്ലോ നമ്മൾ ഈ കാണുന്ന റിസൾട്ട്. അപ്പോൾ ഇതിലൊരു മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൊസൈറ്റിക്ക്, അക്കാഡമീഷ്യൻസിന്, ഗവൺമെൻറ്റിനും ഒക്കെ ഒരു റോളുണ്ട്. ഈ കോൾ എടുക്കേണ്ട ഒരു സമയമായില്ലേ നമ്മൾ. നമ്മൾ മുൻകാലത്ത് സ്വാശ്രയ കോളേജുകൾ തുടങ്ങുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോവാണ്, അതുകൊണ്ട് ഇവിടെ അവസരം വേണം എന്ന് പറഞ്ഞിട്ട് കുറേ കോളേജ് തുടങ്ങി. ഇപ്പോൾ എൻജിനീയറിങ്ങിൽ തന്നെ, ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എൻജിനീയറിങ്ങിനൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലത്ത് മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ഒക്കെ ആയിരുന്നു ഒരു വലിയ ബ്രാഞ്ചുകളായിട്ട് നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു, പുതിയ ശാഖകൾ വന്നു. അപ്പോൾ ഒരു വലിയ കോൾ എടുക്കേണ്ട ഒരു സമയമായിട്ടില്ലേ ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എൻജിനീയറിംഗ് മേഖലയെ സംബന്ധിച്ച്? ശരിയാണ്. കാരണം ഉദാഹരണത്തിന് ഒരു കോളേജിൽ ഇപ്പോൾ തന്നെ ഒരു കോളേജ് തീരുമാനിക്കുകയാണ് ഇന്ന ബ്രാഞ്ച് ആരംഭിക്കാൻ. ആ ബ്രാഞ്ച് ആരംഭിക്കാൻ അവർ തീരുമാനിച്ചാൽ ഒരു ഫീസ് അടച്ചാൽ AICTE അത് അനുവദിക്കും. അപ്പോൾ അതിനൊരു അപ്രൂവൽ ലഭിക്കുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷനാണ്. ഒരു ഫീസ് അടച്ചാൽ അതും പടി. അപ്പോൾ ആ ബ്രാഞ്ച്, അതായത് നമ്മുടെ ഒരു അഷ്ടസ്ഥാപനത്തിന് ഏതൊക്കെ ബ്രാഞ്ചുകളിൽ ഏതൊക്കെ ഫീൽഡിലൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ ആ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെതായിട്ട് ആവശ്യമില്ലേ. പക്ഷെ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഒരു കോളേജ് തീരുമാനിക്കുന്നു, ആ തൊഴിൽ നടക്കും. കോളേജ് ഒരു വിധത്തിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇത് ബ്രാഞ്ച് ആരംഭിക്കുന്നു, ആ ബ്രാഞ്ചിലേക്ക് ശ്രമിക്കുന്നു, ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടാതാവും, അതും അടുത്ത വർഷം പോകുന്നു. ഇങ്ങനെയല്ലാതെ കൃത്യമായ ശാസ്ത്രീയമായ ഒരു അനാലിസിസിലൂടെ ഗവൺമെൻറ് അത് ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഒരു കോളേജ് പിന്നെ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അത് ശരിയാണോ എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്നില്ല. അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ഈ ചിലത് തുടങ്ങുകയും താരെ അത് കുട്ടികളില്ലാതെ കൂട്ടുകയും ചെയ്യുന്നൊരവസ്ഥ. കാരണം ഇനിയിപ്പോൾ കൂട്ടാനാണെങ്കിലും ബ്രാഞ്ച് ക്ലോസ് ചെയ്യാനോ വലിയ പ്രയാസമാണ്, അതിൻ്റെ ഫീസ് ആക്കേണ്ടി. ഇനി ആ ബ്രാഞ്ചിൽ പേര് മാറ്റാൻ പറ്റുമോ, അത് നടക്കില്ല. അതിന് കുറേ സിസ്റ്റമാറ്റിക് സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും കോളേജുകൾ തുടങ്ങാൻ അതിന് പ്രത്യേകമായ ശാസ്ത്രീയമായ രീതി ഇല്ലാത്തതുപോലെ ഈ കോളേജുകളിലെ ബ്രാഞ്ചുകളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ അവസ്ഥയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ട്രഡീഷണൽ ബ്രാഞ്ചുകളായ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്ന ബ്രാഞ്ചിൽ ഇന്ന് കോളേജിൽ കുട്ടികളില്ല. വളരെ അപൂർവം ഈ പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള കോളേജിൽ മാത്രമേ ആ സീറ്റ് ഫുള്ളാവുന്നുള്ളൂ. ബാക്കി കോളേജുകളിലും തന്നെ ഒരു സീറ്റ് പോലും ഈ പറഞ്ഞ ട്രഡീഷണൽ ബ്രാഞ്ചുകളിലില്ല. കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വേണം എന്ന് കൊണ്ടുവരുന്നു. എന്തിനാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചും പറയാനില്ല. കമ്പ്യൂട്ടർ സയൻസിൽ ജോലി കിട്ടും എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം. ഇനി ഇപ്പോൾ 1, 2, 3 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവിടെ വേണ്ടത്ര മെക്കാനിക്കൽ എഞ്ചിനീയർമാരും വേണ്ടത്ര ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരും സിവിൽ എഞ്ചിനീയർമാരും ഇല്ലാത്ത അവസ്ഥയിൽ. കാരണം ഈ സിവിൽ എഞ്ചിനീയറിംഗിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും പഠിക്കേണ്ടിരുന്ന വിദ്യാർത്ഥികളാണോ എന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പഠിക്കുന്നത്. അതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് വല്ലാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് ഇതിനകത്ത് ഗവൺമെന്റ് ചില കാര്യം ഇടപെടുന്നുണ്ട്, ഇതൊക്കെ തീരെ നിഷേധിക്കാനാവില്ല. കാരണം പുതിയൊരു കോഴ്സ് കൊടുക്കുമ്പോൾ ഈ ട്രഡീഷണൽ ബ്രാഞ്ചുകൾ ഉള്ളിടത്ത് മാത്രം കൊടുക്കുന്നുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പദക്കവിടെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടും. കാരണം മദർ ബ്രാഞ്ചുകൾ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ,
മെക്കാനിക്കൽ, സിവിൽ ബ്രാഞ്ചുകൾ. ഈ ബ്രാഞ്ചുകൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ ഭീകരമായ അവസ്ഥ സംഭവിക്കും. അതുകൊണ്ട് അതെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് AICTE. അതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകളുണ്ടെങ്കിൽ മാത്രമേ പുതിയ കോഴ്സ് അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ കോഴ്സ് ഇവിടെ നൽകുന്നത്. അല്ലെങ്കിൽ പല കോളേജുകളും ഇപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കലും കൂട്ടുമായി ഒരു അന്വേഷണം നടത്തി കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഏതെല്ലാം കോളേജിൽ ഏതെല്ലാം സീറ്റിൽ നടന്നിട്ടുണ്ട്, എത്രമാത്രം നോക്കും. കമ്പ്യൂട്ടർ സയൻസ് എന്ന ബ്രാഞ്ചിൽ മാത്രം 12,244 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസിനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള പല ബ്രാഞ്ചുകൾ, അഥവാ ഒരു 19 വേറെയുണ്ട്. അതിന് മെഷീൻ ലേണിംഗ് എന്ന പല പേരിട്ടിട്ട് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ബ്രാക്കറ്റ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ബ്രാക്കറ്റ് സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് ബ്രാക്കറ്റ് IDS, ഇങ്ങനെ ഒരു 19 ആകെ 56 ബ്രാഞ്ചുകളിൽ ഈ 19, അതായത് 1/3 കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകളാണ്. എന്തുകൊണ്ടാണ് തുടങ്ങിയത്? കാരണം കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾ വരുന്നു, എന്നാൽ അത് തുടങ്ങാം. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ, അഥവാ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്തൊരവസ്ഥ. അല്ലാതെ ഒരു രാജ്യത്ത് ഒരു നാടിന് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റ് സംവിധാനമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നില്ല. ആര് തുടങ്ങിയാൽ ശരി തുടങ്ങിക്കുള്ള ഈസിട്ടിയാണ് ഈ ഒരു നിലപാടൊപ്പം നടക്കുന്നത്. ഇതെല്ലാം വളരെ വിമർശനാത്മകമായി ചിന്തിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യുകയും, അതായത് ഈ ഒരു ശ്രമം, ഈ രീതിയിലുള്ള അന്വേഷണം ഇത് കാര്യമായി ചെയ്യേണ്ടത്. AICTE ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതിനിപ്പോൾ ഒരു കോളേജ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, അതിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇത് മാത്രം പരിശോധിക്കാമല്ലോ. ഈ ബ്രാഞ്ച് ഇപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നൊരു കോഴ്സ് അത് എത്രമാത്രം ഗുണകരമാണ് സമൂഹത്തിന്, അതിനെത്രത്തോളം സാധ്യതകളുണ്ട്, ഇങ്ങനെയുള്ള അസസ്മെൻ്റൊക്കെ ഇല്ലേ അതിൽ? AICTE മാത്രമല്ല, അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ ഇത്ര സീറ്റുകൾ കൂടുതൽ അനുവദിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ഏതൊക്കെ കോഴ്സുകളാണ് പുതുതായിട്ട് ആരംഭിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില ആലോചനകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആലോചനയും നടക്കാതെ എക്സിസ്റ്റിംഗ് കോളേജുകൾ അങ്ങനെ തുടർന്നോട്ടെ, പുതിയ കോഴ്സ് അനുവദിക്കാൻ അവർ ചോദിക്കുകയാണെങ്കിൽ അത് തുടർന്നോട്ടെ, അല്ലെങ്കിൽ തുടങ്ങിക്കോട്ടെ, അതിനുള്ള ആനുപാതികമായ ഫീസ് കിട്ടിയാൽ മതി. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു സിസ്റ്റവും ഇല്ലാത്തൊരവസ്ഥയിലാണോ ഇപ്പോൾ ഇത് നിൽക്കുന്നത്? ഒരു സംശയം വേണോ? സത്യത്തിൽ അത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ 12,000 ഗാനം, ബാക്കി എല്ലാ ഗാനങ്ങളും പേരിനകത്ത് പോലെ. അതുപോലെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതിൽ 6,000 ചെയ്യാൻ സീറ്റ് ചെയ്യാൻ പോകും. ഇലക്ട്രിക്കൽ 4,000 ചെയ്യാൻ സീറ്റ് ചെയ്യും. അപ്പോൾ നോക്കും ബാക്കി മറ്റെല്ലാ ബ്രാഞ്ചുകളും ചെറിയ ബ്രാഞ്ചിലാണ്. ആ ബ്രാഞ്ചിന് സ്പെഷ്യലിസ്റ്റ് ബ്രാഞ്ചിലാണ്. അത് നാച്ചുറലാണ്. കാരണം ഓരോ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകും, പുതിയ ഓപ്ഷനുകൾ ഉണ്ടാകും. അതിലേക്ക് നല്ലോ. പക്ഷെ ഗവൺമെന്റ് തലത്തിലോ ഒരു ഏജൻസിയും തന്നെ ഇത് ആവശ്യമാണോ എന്നൊരു അന്വേഷണം ഉണ്ടായില്ല. അതിപ്പോൾ സംവിധാനമില്ല. ഏത് കോളേജിലും ഏത് ബ്രാഞ്ചും തുടങ്ങും. കാരണം AICTEയുടെ അപ്രൂവൽ ഹാൻഡ്ബുക്ക് പറയുന്നുണ്ട്, APH അപ്രൂവൽ പ്രോസസ് ഹാൻഡ്ബുക്ക്. അതിനകത്ത് കഴിഞ്ഞ വർഷം തന്നെ 300 ചില്ലാനും ബ്രാഞ്ചുകൾ. അത് ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാം AICTE അപ്രൂവൽ തരും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അത് അപേക്ഷിക്കും. യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുമ്പോൾ ആ സിലബസ് ഇല്ലാത്തതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ സിലബസ് നമ്മൾ ഉണ്ടാകും, അതിന് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാകും. എന്നിട്ട് ആ സംവിധാനത്തിൽ ഈ ഒരു പുതിയ സംഗതി ഉണ്ടാക്കി തയ്യാറാക്കി നമ്മൾ കൊടുത്തതിന് നമുക്ക് തുടങ്ങാൻ. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഓരോ കോളേജുകൾ ചെയ്യുമ്പോൾ നാച്ചുറൽ കോളേജുകൾ, പ്രത്യേകിച്ചും സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഇതര കോളേജുകൾ അതിന് ലാഭശേരിയാണ് പ്രധാനം. കാരണം നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം, ഇൻഫ്രാസ്ട്രക്ചർ നടക്കുന്നു, ഗവൺമെന്റ് അതിന് ഫണ്ടൊന്നും കൊടുക്കുന്നില്ല. അഥവാ ഗവൺമെന്റ് അതിന് ഫണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ മാറ്റം വരും. കാരണം ഗവൺമെന്റിന് ഒരു പൈസ കൊടുക്കാനാവുന്നില്ല എന്നിരിക്കെ കുറെ നിബന്ധനകളും വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ കോളേജ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇതാണ് ഉത്തരം. ഞങ്ങൾക്ക് നിങ്ങൾ ഒരു പൈസയും തരുന്നില്ല, ഞങ്ങൾക്ക് അധ്യാപകർക്ക് കൊടുക്കും. കാരണം ഇവിടുത്തെ അധ്യാപകരെ പിരിച്ചു വിട്ടാൽ അതും സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ ദീർഘകാലമായി ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട്. അധ്യാപകർ മാത്രമല്ല, മറ്റ് ധാരാളം അസോസിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. അതൊക്കെ തിരിച്ചിടാൻ പറ്റും. ഒരു കോളേജ് അടച്ചാൽ എത്ര കുടുംബങ്ങൾ പട്ടിണിയാവും? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മാനേജ്മെന്റ് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ കഴിഞ്ഞൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. ഈ ഇത്രയും ഇവിടെ ഒരു ബ്രാഞ്ച് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ സിലബസ് തോന്നാൻ ഞങ്ങൾ തന്നിരിക്കുന്നു എന്നുള്ള ഒരു സംവിധാനമാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നിലപാട് എടുക്കാതെ നിവൃത്തിയില്ല. ബ്രാഞ്ച് ചോദിക്കുമ്പോൾ ബ്രാഞ്ച് വേണോ വേണ്ടയോ എന്ന് പറയാനും അത് വേണം വേണ്ടി തീരുമാനിക്കാനുമുള്ള അധികാരം കൂടി, അഥവാ അതിന് അന്വേഷണം നടത്തിക്കൊണ്ടുള്ള അധികാരം കൃത്യമായി ശാസ്ത്രീയമായി തന്നെ തീരുമാനിക്കുകയും ചെയ്ത് വേണം ഒന്നാമത്തെ. അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം. കാരണം ഇവിടെ പരീക്ഷ ഒന്നും ഇല്ലാതാവും.
കമ്പ്യൂട്ടർ സയൻസും അസോസിയേറ്റ് ബ്രാഞ്ച് ഇപ്പോൾ തന്നെ 19 കഴിഞ്ഞു. ഈ വർഷം വീണ്ടും കൂടും. ഓരോ വർഷം പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നത്. കാരണം AICTE അപ്രൂവൽ ഹാൻഡ് ബുക്ക് നോക്കി അതിനുള്ള കൊള്ളാമെന്ന് തോന്നുന്നത് മാനേജ്മെന്റ് കൂടിയിരുന്ന് ആലോചിക്കും, ഓരോന്ന് ആരംഭിക്കും. പക്ഷേ ഗവൺമെന്റ് കോളേജിൽ അങ്ങനെ ആരംഭിക്കുന്നില്ല. കാരണം അവിടെ അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, കൃത്യമായി മുമ്പോട്ട് പോകാനാവുന്ന പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ കൂടുതൽ ബ്രാഞ്ചുകാരെ അന്വേഷിക്കുന്നില്ല. പക്ഷേ പ്രൈവറ്റ് കോളേജിന്റെ ആവശ്യമാണ്, ഒരു ബിസിനസ്സാണ്, അവർക്ക് വരുമാനം ഉണ്ടാവണം, എന്തെങ്കിലും മാത്രം സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുക, മറ്റൊരു ചിന്തിക്കാതെ പോകുന്നത് ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് കോളേജിൽ ഒന്നും തന്നെ ഈ അഡ്വാൻസ് കോഴ്സിലൊന്നും തന്നെ ഇല്ല. MTech കോഴ്സിൽ ഒരു അപൂർവ ചില അഡ്വാൻസ് കോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ തിരുവനന്തപുരം കോളേജിൽ അഡ്വാൻസ് കോഴ്സ് ഏതാണുള്ളത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ, മെഷീൻ ലേണിംഗ് ഉണ്ടോ? അതിപ്പൊന്നുമില്ല. അവിടെ അന്നുണ്ടായിരുന്ന 10-9 ബ്രാഞ്ചുകൾ അല്ലാതെ ഇന്ന് വേറൊന്നുമില്ല. ആ ട്രഡീഷണൽ ബ്രാഞ്ചുകളും അവർ കമ്പ്യൂട്ടർ സയൻസും അല്ലാതെ AIയോ മെഷീൻ ലേണിംഗോ ഒന്നും അവിടെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്നത് പ്രൈവറ്റ് കോളേജുകളാണ്. എന്താ തുടങ്ങുന്നത്? അത് തുടങ്ങിയാലേ കുട്ടികൾ കൊണ്ടുവരും. അപ്പോൾ തിരുവനന്തപുരം കോളേജിൽ മാതൃകയായി ഞാൻ പറയുന്നത് അത് എപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ സ്ഥാപനം. അപ്പോൾ ഗവൺമെന്റ് എടുത്ത് പറയാം, ഇത് നമ്മൾ നടന്ന സ്ഥാപനമാണ്. ഒരു വർഷം ഏതാണ്ട് 2 കോടിയോളം രൂപ തിരുവനന്തപുരം കോളേജ് ശമ്പളമായി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ആവറേജ് പ്രൈവറ്റ് കോളേജിൽ 40-35 ഏറി വന്നാൽ 1 കോടി വരെ ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് കോളേജ് ഈ കേരളത്തിലോട്ട് അതൊക്കെ നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പരസ്പരം ഗവൺമെന്റും മാനേജ്മെന്റും തമ്മിലുള്ള ചർച്ചകൾ, ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ നിരന്തരമായി നടക്കുന്നുണ്ട്. ശക്തമായ അസോസിയേഷനുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ അവസാനം സംഭവിക്കുന്നത് ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ ശക്തമായി ഗവൺമെന്റ് എടുത്ത് പ്ലാനിങ്ങോടുകൂടി ശാസ്ത്രീയമായുള്ള അനാലിസിസ് ഇല്ലാതെ പോയാൽ ഇത് അനുഭവിക്കുന്നതും ഒരു തലമുറയിലേക്ക്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ആദ്യം തുടങ്ങിയതിൽ നിന്ന് തന്നെ, അതായത് ഇപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ഈ 53% വിജയം എന്ന് പറയുന്നത് അതൊരു പരാജയമായിട്ടല്ല. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ളൊരു റിസൾട്ടായിട്ട് നമുക്ക് ഒരു വശത്ത് കാണാം. മറ്റൊരു വശത്ത് ഈ വിധത്തിലാണോ ഈ എൻജിനീയറിംഗ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഗൗരവമുള്ളൊരു ചോദ്യം ഈ റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുമുണ്ട്. അതിന് സത്യത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതെ, സത്യത്തിൽ ഇപ്പോൾ ഈ 53% എന്ന് പറയുന്നത് പറഞ്ഞേ ഭീകരമായ അവസ്ഥയായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി ഈ ബാക്കിയുള്ളവർ, ഈ 47% ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പതുക്കെ മറ്റ് പരീക്ഷകൾ, സപ്ലിമെൻ്ററി പരീക്ഷകളൊക്കെ എഴുതി പാസ്സായി കുറേ വരുന്നവർ, ഇവർ ഏതെങ്കിലുമൊക്കെ അവകാശങ്ങളെ ഉപയോഗിക്കാറ്. പക്ഷേ നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാളായിരിക്കും അവൻ മറ്റേതെങ്കിലും പദ്ധതിയില്ലാത്ത വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് എന്ന് കിട്ടുന്നത് ലാറ്ററൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ. പണ്ട് ടൈപ്പ് റൈറ്റിങ്ങിന് പോകുന്ന പോലെ അപ്പർ ലോവർ എന്ന പോലെ ഏതെങ്കിലും ബ്രാഞ്ച് പഠിച്ചാൽ മതി. അതിന് പുറത്തിറങ്ങുമ്പോഴേക്കും ആ കോഴ്സ് സർട്ടിഫിക്കറ്റ്, ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രം കഴിച്ചുള്ള ജോലി, അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റോ മറ്റേ TC ഒന്നും എനിക്കത് ആവശ്യമില്ല, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സാർ. ഇവിടെ യൂണിവേഴ്സിറ്റി ചില നിലപാടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന കാലത്ത് 1-ാം വർഷം പാസ്സായാലേ 3-ാം വർഷത്തിൽ കിടക്കാൻ പറ്റുള്ളൂ, 2-ാം വർഷം പാസ്സായാൽ മാത്രമേ ഫൈനൽ ഇയറിൽ കിടക്കാൻ പറ്റുള്ളൂ. അന്ന് അവിടെ കൃത്യമായി ഫിൽറ്ററിങ് നടത്തി. ഇന്ന് അങ്ങനെ ക്രെഡിറ്റിന്റെ ഒരു സിസ്റ്റം വെച്ചപ്പോഴേക്കും സകലമായി കവറേജ് ചെയ്തത് മാറ്റിയെടുക്കുന്നു. അപ്പോൾ ക്വാളിറ്റി കുറയുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കൊണ്ടാണ് നമ്മൾ അതിവേഗം വളരാത്തത്. ഇപ്പോൾ രാജ്യങ്ങളിൽ അതൊരു അസസ്മെന്റ് നടത്തി, ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ നടത്തിയിട്ട് മാത്രമാണ് അതിലിപ്പോൾ അഡ്മിഷനുള്ളൂ. ഇവിടെ എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്നു നോക്കും. കീമിലൂടെ തന്നെ വേണം ഇൻഡസ്ട്രി പറയാം, ഇൻഡസ്ട്രി കടന്നിട്ട് പോകണം. പക്ഷേ ഈ നോൺ കീം എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ കീമിലെങ്കിലും വന്ന അഡ്മിഷൻ വരാം. ഇനി വേണ്ട മാത്സിലെങ്കിലും വരാം. അതിന് ഇവിടെ വന്നിട്ട് ഈ രീതിയിലൊക്കെ ഇത് വളരെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് മന്ത്രിമാരും ടെക്നിക്കൽ എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരും ഒരുമിച്ചിരുന്നത് കൊണ്ട് ഇതിനെടുത്ത് ശക്തമായ തീരുമാനമെടുക്കണം. അതുപോലെ സിലബസ് റിവിഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. സിലബസ് റിവിഷനൊക്കെ വരുമ്പോഴേക്കും യൂണിയനിൽ ഇടപെടും. കാരണം സിലബസ് റിവിഷൻ വരുമ്പോൾ ചില ആളുടെ ജോലി ഇല്ലാതാവും, ചില പ്രാതിൽ വേണ്ടെന്ന് നോക്കിയിട്ട് വരും, ചില സബ്ജക്റ്റിൽ വേണ്ടെന്ന് നോക്കിയിട്ട് വരും. അപ്പോൾ വേറെ പ്രശ്നം വരും. അപ്പോൾ ചെറുപ്പിലത് കാര്യം മുറിച്ചിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പോകും. അത് മാറ്റം വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. ഇവിടുത്തെ ഈ ഇപ്പോഴത്തെ ഈ തൊഴിലില്ലായ്മ പ്രശ്നവും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് അതിലൊന്നും തുക അഡ്രസ് ചെയ്യാതെ പോകുന്നത്, അങ്ങനെയൊക്കെ പോകുന്നിടത്തോളം പോകട്ടെ എന്ന രീതിയിൽ പോകുന്നത്. നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ഒരു കാലത്ത് ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രതീക്ഷയാണ് ബാക്കിയുള്ളത്.
റൈറ്റ്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പരീക്ഷാഫലം അവരുടെ എല്ലാ സെമസ്റ്ററുകളും സപ്ലിമെൻ്ററിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരീക്ഷാഫലം പുറത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വിജയശതമാനം കുറഞ്ഞു നിൽക്കുകയാണ്. വിജയശതമാനം കുറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ ഡോക്ടർ നവാസ് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ക്വാളിറ്റിയുടെ ലക്ഷണമായിട്ട് നമുക്ക് തൽക്കാലം കാണാം. പക്ഷേ ഈ മേഖല അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ളൊരു മേഖല വലിയ തോതിലുള്ള പരിഷ്കാരവും വലിയ തോതിലുള്ള പുനരുദ്ധാനവും ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കൂടി ഈ പരീക്ഷാഫലത്തെ നമ്മൾ കാണേണ്ടി വരും. വേണ്ടത്ര ആലോചനകളില്ലാതെ, സമൂഹത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളില്ലാതെ, പുതുതായി വികസിച്ചു വരുന്ന മേഖലകളിലേക്ക് എഞ്ചിനീയർമാരെ സംഭാവന ചെയ്യാൻ പാകത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടോ, അതിന് പാകത്തിലുള്ള ബ്രാഞ്ചുകൾ നമുക്കുണ്ടോ എന്ന ആലോചനകളില്ലാതെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഈ കുറഞ്ഞ വിജയശതമാനത്തെ നമുക്ക് കാണേണ്ടി വരും. വളരെയധികം നന്ദി ഡോക്ടർ നവാസ് ഈ ഇൻസൈറ്റിൽ സഹകരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.